നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒഴിച്ചുകറി ചേമ്പും മുരിങ്ങയ്ക്കയും ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇരുപുളി എന്നും പറയാം. ചോറിനൊപ്പം വിളമ്പാവുന്ന ഈ ഒഴിച്ചുകറിയിൽ നമ്മൾ പുളിയും തൈരും രണ്ടും ചേർക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചുമന്ന മുളക്, മല്ലി, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് കൂടെ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ചുമന്ന മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മല്ലിയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒരുമിച്ച് തന്നെ ചേർക്കാം. മൂന്നിൻ്റെയും വറവ് ഏകദേശം ഒരുപോലെയാണ്. ശകലം നിറം മാറി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം അത് കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ വെച്ച് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് അരപ്പിനായിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ച് തേങ്ങയുടെ വെള്ളമയം ഒന്ന് മാറി കിട്ടിയാൽ മതി. കളറ് മാറണ്ട, എങ്കിലും തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടുകയും വേണം. ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ചെറുചേമ്പും വെട്ടുചേമ്പുമാണ് ചേർത്തിരിക്കുന്നത്. കൂടെ മുരിങ്ങയ്ക്കയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ സീസൺ ഉള്ള സമയത്ത് നമുക്ക് മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 വർഷത്തോളം നമുക്ക് ആ മുരിങ്ങയ്ക്ക കറികൾക്ക് എടുക്കാനും പറ്റും. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. തണുത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഒന്ന് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും എളുപ്പം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കാണും. കഷ്ണങ്ങൾ നന്നായിട്ട് ഒന്ന് വെന്ത് 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം ചേർക്കാം. മുഴുവനായിട്ട് വേവണമെന്നില്ല. പുളിവെള്ളം ചേർത്ത് കഴിയുമ്പം ബാക്കിയുള്ളതും കൂടെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിൽ ഉമിഴ്ത്തി വെച്ചിരുന്നത്. അത് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ച്, ഇപ്പോൾ 2 കപ്പോളം വെള്ളം ഒഴിച്ചാണ് പുളിയുടെ ചാറ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. എത്രയാണോ ഒഴിച്ചുകറി വേണ്ടത് അതനുസരിച്ച് പുളിവെള്ളം ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളും വെന്ത് വരുമ്പോൾ അതിലേക്ക് സ്വാദിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ വെന്തോ നോക്കാനായിട്ട് ചേമ്പിൻ്റെ ഒരു കഷ്ണം എടുത്ത് നോക്കിയാൽ മതി. ചേമ്പ് വെന്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക വെന്ത് കാണും. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. അരപ്പ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ചെറിയ തീയിലേക്ക് കുറച്ച് വേണം അരപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. പുളിശ്ശേരിക്കൊക്കെ പതഞ്ഞ് വരുന്ന രീതിയിൽ പതഞ്ഞ് വന്നാൽ മതി. ഒന്ന് 2 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് പതപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് മാറിക്കിട്ടും. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ 1 പ്രാവശ്യം കൂടെ ചെറിയ തീയിൽ പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കറിയുടെ എരിവും പുളിയുമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ശർക്കര കൂടെ നമുക്ക് ചേർക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇനി 1 കപ്പ് തൈര് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് വേണം ചേർക്കാനായിട്ട്. ഏറ്റവും ചെറു തീയിൽ വെച്ച് ചേർക്കുക.
നമ്മൾ തൈര് ചേർക്കുമ്പോൾ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ തൈര് പിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തൈര് ചേർത്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന ആ രീതി വരെ എടുക്കാവൂ. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. 2-3 മിനിറ്റ് ചെറുതീയിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുക് മാത്രമാണ് താളിപ്പിന് എടുത്തിരിക്കുന്നത്. താളിപ്പ് ചേർത്ത ഉടനെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഇരുപുളി ചേമ്പും മുരിങ്ങയ്ക്കയും ചേർത്ത് ഈ ചാറുകറി നമുക്ക് വിളമ്പാവുന്നതാണ്. ചോറിനൊപ്പം ബാക്കി കറികളുടെ കൂടെ ഈ ഒഴിച്ചു കൂട്ടാൻ നമുക്ക് വിളമ്പാം. വളരെ സ്വാദിഷ്ടമായ ഈ ഇരുപുളി എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.